ഇന്നൊരു 10 മിനിറ്റ്സ് ഉള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ഹൈ നീ റൺസ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് 45 സെക്കൻഡ് ചെയ്യണം. ഇത് നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അപ്പം നമുക്ക് ഹൈ നീ ജംപ്സ് നല്ല എളുപ്പമായിട്ട് നമുക്ക് ആദ്യം തോന്നും. പിന്നീട് നമുക്കത് പാടായി തുടങ്ങും. ഇപ്പം 45 സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് 45 സെക്കൻഡ് കഴിഞ്ഞ് ഓരോ 15 സെക്കൻഡും നമ്മൾ റെസ്റ്റ് എടുക്കും. അങ്ങനെ അടുത്ത എക്സസൈസ് വീണ്ടും 45 സെക്കൻഡ്. അങ്ങനെ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്യും. ഇത് ഓവറോൾ ഈ HIIT എക്സസൈസ് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ കാർഡിയോക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് 10 മിനിറ്റ് നമുക്ക് ഈ എക്സസൈസ് തീർക്കാൻ പറ്റും. ഇത് ഞാൻ 10 മിനിറ്റ്സ് ഉള്ള വർക്കൗട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് ഫേമസ് യൂട്യൂബറായ 10Xൻ്റെ വീഡിയോ ആണ്. 10X ചെയ്ത ഒരു വർക്കൗട്ടാണ് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അടുത്ത നമ്മളിപ്പോൾ 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുകയാണ്. അടുത്ത മൗണ്ടൻ ക്ലൈംബേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പുഷപ്പ് പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണം. നമ്മുടെ കോറിനൊക്കെ നല്ല വർക്കൗട്ട് ചെയ്തു. ഇത് നമ്മൾ അധികം സമയം കളയല്ലേ. നമ്മൾ 45 സെക്കൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ കാർഡിയോ നന്നായിട്ട് വേണം. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ കാർഡിയോ ബേൺ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ നമ്മൾ വീക്ക്ലി ഒരു തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ മാക്സിമം ചെയ്താൽ മതി. അതിൽ കൂടുതൽ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മുടെ മസിലിൻ്റെ വളർച്ചേനെയൊക്കെ അത് തടയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് വീക്കിലി 1 തവണ 2 തവണയൊക്കെ മാക്സിമം ചെയ്താൽ മതി നിങ്ങൾ. പിന്നെ ഈ 10 സെക്കൻഡും കൂടെ ഉള്ളു. അപ്പം ഇനി 15 സെക്കൻഡ് റെസ്റ്റാണ്. അപ്പം നമ്മളിനി അടുത്ത എക്സസൈസിലേക്ക് പോവാണ്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ബർപ്പീസാണ്. നമ്മൾ പുഷപ്പ് സ്റ്റാൻഡിൽ നിന്ന് പുഷപ്പ് ചെയ്തിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ഇത് ചില വർക്കൗട്ടിൽ ജമ്പിങ് കൂടി പറയും. പക്ഷെ നമുക്ക് ജമ്പിങ് ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് എഴുന്നേറ്റ് നിന്നാൽ മതി പുഷപ്പ് അടിച്ചിട്ട്. അപ്പം ഇതുപോലെ ഒന്ന് 45 സെക്കൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർ ചെയ്യുക. നമുക്ക് കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ചെയ്തു കഴിയുമ്പോൾ അത്യാവശ്യം പാടായിരിക്കും. അതായത് കുറേ ആൾക്ക് ശേഷമാണ് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറേ ആൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ സൈഡ് പ്ലാങ്ക് റൈസസാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പ്ലാങ്ക് പോലെ നിൽക്കേണ്ട ഇതിൽ 15 സെക്കൻഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം. അപ്പം ഇതിൽ നമ്മൾ ചെറുതായിട്ട് റൈസ് ചെയ്യണം. ഇത് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഫോമിലും ടെക്നിക്കലും ചെറിയൊരു വ്യത്യാസം വന്നു. അപ്പം അത് നിങ്ങൾ കറക്റ്റ് നോക്കി ചെയ്താൽ മതി. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ കോറിനൊക്കെ നല്ല ഇത് വരും. കാരണം നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളൊക്കെ അപേക്ഷിച്ച് കുറച്ച് റെസ്റ്റ് കിട്ടുന്നില്ല. നമ്മൾ വലിയ മൂവ്മെൻറ്റ് ഇതിൽ വരുന്നില്ല. നമുക്ക് ഒരു സ്ട്രെച്ചിങ് മാത്രമേ അവിടെ വരുന്നുള്ളൂ നമ്മുടെ ആ ഒരു കോർ റീജിയനിൽ. അപ്പം 1 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് 22 സെക്കൻഡ് വെച്ച് 2 സൈഡും കൂടി ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. റൈറ്റും ലെഫ്റ്റും ചെയ്യുക 22 സെക്കൻഡ്സ് വെച്ച്. 1 സെക്കൻഡ് ഇടയ്ക്ക് റെസ്റ്റും എടുക്കുക. അടുത്ത റഷ്യൻ ട്വിസ്റ്റാണ്. ഇത് മിക്ക ആളുകൾക്കും അറിയാം. നമ്മൾ 15 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യേണ്ട റഷ്യൻ ട്വിസ്റ്റാണ്. നമ്മൾ കാല് റേസ് ചെയ്ത് വെച്ചാൽ, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് കാല് താഴെ വയ്ക്കാം. പക്ഷെ കാല് മാക്സിമം റേസ് ചെയ്ത് പിടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കാല് അങ്ങോട്ട്, ഇപ്പോൾ എൻ്റെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സ്ട്രെയിറ്റ് കാല് പിടിക്കാൻ നോക്കുക. അപ്പം ഇത് നമ്മുടെ ഓവറോൾ നമ്മുടെ ഒരു ആബ്സിനൊക്കെ നല്ലൊരു ഇതാണ്. നമുക്ക് ഓവറോൾ നമ്മുടെ കോറിനും നല്ലൊരു പിടുത്തം വരും. പിന്നെ ഇത് നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം. അപ്പം നമുക്ക് നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഈ 10Xൻ്റെ വർക്കൗട്ട് എനിക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ എനിക്കൊരു 3-4 സെക്കൻഡ് എനിക്ക് വീണ്ടും ബാക്കി വന്നായിരുന്നു. അപ്പം എനിക്കിത് ഫുള്ളി സക്സസ്ഫുൾ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് നെക്സ്റ്റ് വീക്ക് എനിക്ക് നന്നായിട്ട് ഫുള്ളി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം 4, 3, 2 കണ്ട, ഞാൻ 2 സെക്കൻഡ് 1 സെക്കൻഡ് ബാക്കി വന്നായിരുന്നു. എനിക്ക് കറക്റ്റ് ടൈം ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല.
അടുത്ത സ്വിച്ചിങ് ലഞ്ചസ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലഞ്ചസ് ചെയ്യുമല്ലോ ഒരു കാലിൽ, അത് നമ്മൾ ജമ്പ് ചെയ്തുകൊണ്ട് രണ്ട് കാലിലും കൂടി ചെയ്യണം. അത് തീയാറായപ്പോൾ എൻ്റെ ഫോം ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരുന്നു, ഇടയ്ക്കൊന്ന് ബാലൻസ് ഒക്കെ പോയായിരുന്നു. പക്ഷേ സംഭവം എനിക്ക് എങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റി. ഇത് നമ്മൾ 45 സെക്കൻഡ് ചെയ്യണം. ഇത് നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് നമ്മുടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആകും സത്യത്തിൽ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ. നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് ചെയ്ത് ഒതുക്കാൻ പറ്റും. ഇത് നമ്മുടെ കാർഡിയോ നന്നായിട്ട് വേണം. അപ്പോൾ ഓക്കെ, അടുത്തത് പുഷപ്പാണ്. പുഷപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ട്രൈസെപ്സും ചെസ്റ്റും ബാക്കിയുള്ള ഓവറോൾ ഒരു ഇതിൽ. പക്ഷേ നമ്മളിവിടെ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡ്, ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്ന പോലെ ഒരു സൈഡ് അങ്ങോട്ട് മാറി 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 ചെയ്യണം. എന്നുവെച്ചാൽ വൺ സൈഡ് പുഷപ്പ് അടിച്ചിട്ട് വീണ്ടും വേറൊരു സൈഡിലേക്ക് ചെയ്യണം. അപ്പം കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിരിക്കും. നമ്മുടെ സാധാ പുഷപ്പ് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് റിസൾട്ട് ചെയ്യുന്നല്ലേ ചെയ്യുന്നത്, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാക്സിമം 45 സെക്കൻഡിൽ ചെയ്യാൻ നോക്കാം. നമുക്ക് പറ്റാവുന്ന നമ്പർ അടിച്ചാൽ മതി. അല്ലെങ്കിൽ പുഷപ്പിൽ നമുക്ക് നമ്പർ നമ്മൾ കിടന്നു പോലും പുഷപ്പ് എത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ ആ സ്റ്റാൻഡിങ് പൊസിഷൻ നിൽക്കാൻ നോക്കുക നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ. അപ്പോൾ എനിക്കിത് കറക്റ്റ് 45 സെക്കൻഡ് തീർക്കാൻ പറ്റിയില്ല. എനിക്ക് ആ ഒരു അവസാനത്തെ നിമിഷമൊക്കെ ആകുമ്പോൾ ഞാൻ ഒന്ന് പദ്ധതി ഇതായിപ്പോയി. കണ്ട ഒരു 2 സെക്കൻഡ് ഉള്ളപ്പോൾ ഞാൻ ഇതായി. ഇനി അടുത്ത ഈസിയാണ് ജമ്പിങ് ജാക്സ്. ഇത് നമുക്ക് എല്ലാവർക്കും എളുപ്പം പറ്റും. നമ്മൾ ഈ 15 സെക്കൻഡ് നമുക്ക് ഇപ്പം ഇതായിട്ട് തോന്നും. ആ 15 സെക്കൻഡ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ് ആ 15 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി ഇത് അത്യാവശ്യം എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞെങ്ങനെങ്കിലും അടുത്ത നമുക്ക് വരുന്നത് ഇൻ ആൻഡ് ഔട്ട്സ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണ്. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കോറിനാണ് മെയിനായിട്ട് ഇത് വരുന്നത്. നമ്മുടെ കാർഡിയോവാസ്കുലർ നന്നായിട്ട് വർക്കാവുണ്ട്. കാരണം നമ്മൾ പുഷപ്പ് പൊസിഷൻ നിന്നിട്ട് ഫ്രണ്ടിലോട്ട് ജമ്പ് ചെയ്യുവാണ് ഇതുപോലെ. അപ്പം നമ്മുടെ കാർഡിയോ നന്നായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പുഷപ്പ് പൊസിഷൻ നിന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ആവാൻ നോക്കുക. പിന്നെ എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ എൻ്റെ നടുവ് ഇത്രയും കുറച്ചുകൂടി താഴോട്ട് പോകണ്ട, അത്രയും താഴോട്ട് പോകണ്ട, നുള്ളു താഴോട്ട് പോയാൽ മതി. എൻ്റെ നന്നായിട്ട് ആവുന്നുണ്ട്. ചിലപ്പോൾ ആ സമയത്തുള്ള ഇതായിരിക്കും ആ ഫോം തെറ്റുന്നത്. എനിവേ നമുക്ക് നെക്സ്റ്റ് വീക്ക് അത് അടിപൊളിയാക്കാം. വേണ്ട 2 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ 15 സെക്കൻഡ് റെസ്റ്റാണ്. ഇനി നമുക്ക് എൻ്റെ സൈഡ് ടു സൈഡ് ജമ്പിങ് സ്ക്വാട്ടാണ്. നമ്മൾ സാധാ സ്ക്വാട്ട് ചെയ്തിട്ട് നമ്മൾ ജമ്പ് ചെയ്യുക, അപ്പുറത്തെ സൈഡ് ചെയ്യുക. ജസ്റ്റ് ചെറിയ ജമ്പ് ചെയ്താൽ മതി. നമുക്ക് സ്ക്വാട്സിൻ്റെ എല്ലാ ബെനിഫിറ്റും കിട്ടും. നമ്മുടെ കാല് സ്ട്രെങ്ത് ആവും, നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. കാരണം നമ്മൾ ജമ്പ് ചെയ്യുന്നതുകൊണ്ട് നല്ല എൻഡ്യൂറൻസ് നമുക്ക് കിട്ടും. യെസ്, ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കല്ലേ. ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ പതുക്കെ ഇതിൻ്റെ ടൈം കുറയ്ക്കും. 45 സെക്കൻഡ് ഉള്ളത് നിങ്ങൾ 20 സെക്കൻഡ് ആക്കുക. ഇപ്പം ഞാനിപ്പം കുറേ ആൾക്കാരും ചെയ്തപ്പോൾ ഞാനും ഒരു മണ്ടത്തരം ചെയ്തു. ഞാൻ പെട്ടെന്ന് കയറി 45 സെക്കൻഡ് അങ്ങ് ചെയ്യാൻ നോക്കി. അത് ഞാൻ ചെയ്യാല്ല. ഞാൻ 40 സെക്കൻഡ് ചെയ്യുന്നെങ്കിൽ എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമായിരുന്നു. എനിക്ക് ഇടയ്ക്ക് 45 പെട്ടെന്ന് സത്യത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ. ഓക്കെ, തീർന്നു.
ഞാൻ കുറേ ആൾക്ക് ശേഷമാണ് ഹിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഹിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ വീക്കിലി ഒരു ദിവസമെങ്കിലും ഹിറ്റ് വർക്കൗട്ട് ചെയ്യണം. ഇത് ഒരു 2-3 തവണ ഒരു 2 തവണ കൂടുതൽ നമ്മൾ വീക്കിൽ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ മസിൽ ഗ്രോത്തിനെ ബാധിക്കും. നമ്മുടെ മസിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വീക്കിലി ഒരു തവണ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം എനിക്കിത് കംപ്ലീറ്റ്ലി ഒന്നും സക്സസ് ആക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ എനിക്ക് അവിടെ ഇവിടെ ഫെയിലിയർ വന്നു. അപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ ഇത് കംപ്ലീറ്റ്ലി എനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.